അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അപ്പോൾ ഞാൻ ഇന്ന് വന്നത് 5ാം ക്ലാസ്സിലെ അഖ്ലാഖിലെ ഒന്നാമത്തെ പാഠാണ് കേട്ടോ. ഞാൻ വായിക്കാം. അദ്ദർസുൽ അവ്വലു, നല്ല സ്വഭാവങ്ങൾ. മകനെ, നീ ഇപ്പോൾ 5ാം ക്ലാസ്സിലെത്തി. നീ അല്പം കൂടി മുതിർന്നിരിക്കുന്നു. നിന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നു. നിന്റെ സ്വഭാവം കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. അതിനാണ് നീ അഖ്ലാഖ് പഠിക്കുന്നത്. പ്രശംസനീയമായ വാക്കുകൾക്കും പ്രവർത്തികൾക്കും പ്രേരകമാകുന്ന മാനസികാവസ്ഥക്കാണ് സൽസ്വഭാവം എന്ന് പറയുന്നത്. അള്ളാഹു നമുക്ക് നൽകിയ മഹത്തായ അനുഗ്രഹമാണത്. തീർച്ചയായും താങ്കൾ മഹത്തായ സ്വഭാവത്തിലാകുന്നു എന്ന് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നത്? അല്ലാഹുമ്മ ഹസ്സൻത ഹൽക്കി വ അഹ്സിൻ ഹുൽക്കി എന്നായിരുന്നു. അതിനാൽ നീയും സൽസ്വഭാവിയാവണം. അതിന് വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പഠിച്ചു പിൻപറ്റുകയും നല്ലവരോട് സഹവസിക്കുകയും ചെയ്യുന്നതിലൂടെ സൽസ്വഭാവം ശീലിക്കാം. സൽസ്വഭാവത്തിൽപ്പെട്ട ചില കാര്യങ്ങൾ നിന്റെ ഓർമ്മയിലിരിക്കട്ടെ. എന്തൊക്കെയാണ്? 1. നന്മ അധികരിപ്പിക്കുക. 2. നല്ല വാക്കു പറയുക. 3. സംസാരം കുറയ്ക്കുക. 4. നന്ദിയുള്ളവനാവുക. 5. സത്യസന്ധത. 6. പാപങ്ങൾ വെടിയുക. 7. പ്രയാസങ്ങൾ സഹിക്കുക. 8. മാതാപിതാക്കൾ, ഗുരുനാഥർ മുതലായവരോടുള്ള കടമകൾ നിർവഹിക്കുക. 9. മറ്റുള്ളവരെ സഹായിക്കുക. 10. ആരെയും ഉപദ്രവിക്കാതിരിക്കുക. 11. വലിയവരെ ബഹുമാനിക്കുക, ചെറിയവരെ സ്നേഹിക്കുക. നീ എവിടെയാണെങ്കിലും അള്ളാഹുവിന് തഖ്വ ചെയ്യുക. ചീത്ത കാര്യം ചെയ്തു പോയാൽ ഉടനെ സൽക്കർമ്മം ചെയ്യുക. എന്നാൽ നന്മ ചീത്ത കാര്യങ്ങളെ മായ്ച്ചു കളയും. നമ്മൾ എന്തെങ്കിലും ഒരു ചീത്ത കാര്യം ചെയ്താൽ നമ്മൾ ഉടനെ നല്ല കാര്യം ചെയ്യുക. അപ്പോൾ നമ്മൾ ചെയ്ത നന്മ കൊണ്ട് ചീത്ത കാര്യങ്ങളെ മായ്ച്ചു കളയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഖാലിഖിന്നാസ ബിഹുൽക്കി ഹസനിൻ, മനുഷ്യരോട് നീ സൽസ്വഭാവത്തിൽ പെരുമാറുക. നിന്റെ സ്വഭാവം രൂപീകരിക്കുന്നതിൽ കൂട്ടുകാർക്കും പങ്കുണ്ട്. അതായത് നിന്റെ സ്വഭാവം നന്നാവുന്നതിൽ നിന്റെ കൂട്ടുകാർക്കും പങ്കുണ്ട്. അതിനാൽ സൽസ്വഭാവികളെ നീ കൂട്ടുകാരാക്കണം. മകനെ, ഉപ്പ ഇത്രയും ഉപദേശിച്ചത് മോൻ്റെ നന്മക്കാണെന്ന് മോൻ അറിയാം. നമുക്ക് അഖ്ലാഖിലെ ക്വസ്റ്റ്യനും ആൻസറും പറയാം. ഒന്നാമത്തെ ക്വസ്റ്റ്യന്, അഖ്ലാഖ് പഠിക്കുന്നത് എന്തിനാണ്? സ്വഭാവം കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടി. അതാണ് അതിൻ്റെ ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സൽസ്വഭാവം എന്നാൽ എന്ത്? സൽസ്വഭാവം എന്നാൽ എന്തെന്ന് ക്വസ്റ്റ്യൻ വന്നാൽ, പ്രശംസനീയമായ വാക്കുകൾക്കും പ്രവർത്തികൾക്കും പ്രേരകമാകുന്ന മാനസികാവസ്ഥക്കാണ് സൽസ്വഭാവം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യന്, മഹത്തായ സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു എന്ത്? ആൻസർ, അല്ലാഹുമ്മ ഹസ്സൻത ഹൽക്കി വ അഹ്സിൻ ഹുൽക്കി. അടുത്ത ക്വസ്റ്റ്യന്, സൽസ്വഭാവം ശീലിക്കണം എങ്ങനെയെല്ലാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പഠിച്ച് പിൻപറ്റുകയും നല്ലവരോട് സഹവസിച്ച് പിൻപറ്റുകയും ചെയ്യുന്നതിലൂടെ. അടുത്ത ക്വസ്റ്റ്യന്, നാം എപ്പോഴും പ്രാർത്ഥിക്കണം എന്തിനു വേണ്ടി? സൽസ്വഭാവി ആകാൻ വേണ്ടി. ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, സൽസ്വഭാവത്തിൽപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? 1. നന്മ അധികരിപ്പിക്കുക. 2. നല്ല വാക്കു പറയുക. 3. സംസാരം കുറയ്ക്കുക. 4. നന്ദിയുള്ളവനാവുക. 5. സത്യസന്ധത. 6. പാപങ്ങൾ വെടിയുക. 7. പ്രയാസങ്ങൾ സഹിക്കുക. 8. മാതാപിതാക്കളെ, ഗുരുനാഥർ മുതലായവരോടുള്ള കടമകൾ നിർവഹിക്കുക. 9. മറ്റുള്ളവരെ സഹായിക്കുക. 10. ആരെയും ഉപദ്രവിക്കാതിരിക്കുക. വലിയവരെ ബഹുമാനിക്കുക, ചെറിയവരെ സ്നേഹിക്കുക. അടുത്ത ക്വസ്റ്റ്യന്, ജനങ്ങളെ വിലയിരുത്തുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ആൻസർ, സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. സൽസ്വഭാവി ആകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങൾ എന്തൊക്കെ? നീ എവിടെ ആയാണെങ്കിലും അള്ളാഹുവിന് തഖ്വ ചെയ്യുക. ചീത്ത കാര്യം ചെയ്ത് പോയാൽ ഉടനെ സൽക്കർമ്മം ചെയ്യുക. എന്നാൽ നന്മ ചീത്ത കാര്യങ്ങളെ മായ്ച്ചു കളയും. അതാണ് അതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യന്, സൽസ്വഭാവികളെ കൂട്ടുകാരാക്കണം എന്തുകൊണ്ട്? ആൻസർ, സ്വഭാവം രൂപീകരിക്കുന്നതിൽ കൂട്ടുകാർക്ക് പങ്കുണ്ട്. അടുത്ത ക്വസ്റ്റ്യന്, അള്ളാഹു നമുക്ക് നൽകിയ മഹത്തായ അനുഗ്രഹമാണ് ഏത്?
ആൻസർ സൽസ്വഭാവം.